Hello, hi all, good afternoon. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാലോ? എല്ലാവരും വീഡിയോസ് ഓൺ ചെയ്തോളൂ. എല്ലാവരും വീഡിയോസ് ഓൺ ആക്കിക്കേ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. വിഷ്ണു, നോയൽ, സതീഷ്, വിഷ്ണീഷ്, നിഖിത, എല്ലാവരും വീഡിയോസ് ഓൺ ചെയ്തോളൂ. എന്നിട്ട് ഓൺ ആക്കിക്കേ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് കോൺഫിഗറേഷന് പ്രൊസീജിയർ സ്റ്റെപ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് ലെഡ്ജർ ക്രിയേഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഹെഡിങ് കൊടുക്കുക എല്ലാവരും. ലെഡ്ജർ ക്രിയേഷൻ. ഹെഡിങ് കൊടുക്കുക ലെഡ്ജർ ക്രിയേഷൻ. ഹെഡിങ് കൊടുക്കുക ലെഡ്ജർ ക്രിയേഷൻ. ട്രാൻസാക്ഷൻ കോഡ് എഴുതിക്കോളൂ. അറിയാലോ എന്തായിരുന്നു ട്രാൻസാക്ഷൻ കോഡ്? FS00. ഓക്കെ, ട്രാൻസാക്ഷൻ കോഡ് FS00. അപ്പൊ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. FS00. FS00. ഇതാണ് നമ്മുടെ ലെഡ്ജർ ക്രിയേഷൻ സ്ക്രീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ലെഡ്ജർ ക്രിയേഷൻ സ്ക്രീൻ. കാണാലോ ലെഡ്ജർ ക്രിയേഷൻ സ്ക്രീൻ. ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് നമുക്ക് ലെഡ്ജർ ക്രിയേഷനിലേക്ക് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ ലെഡ്ജർ ക്രിയേഷൻ സ്ക്രീൻ. ഇതില് രണ്ട് പാർട്ടുകളായിട്ട് നമുക്ക് തിരിക്കാം. നമ്മുടെ ലെഡ്ജർ ക്രിയേഷൻ സ്ക്രീൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് പാർട്ടുകളുണ്ട്. ഇതൊരു പാർട്ട്, ഇത് അനദർ പാർട്ട്. ഇവിടെ നമ്മള് ഈ ഒരു ഏരിയ, അതായത് നമ്മുടെ കമ്പനി കോഡ്, അതേപോലെ തന്നെ അക്കൗണ്ട് ടൈപ്പ് തുടങ്ങിയിട്ടുള്ള ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നമ്മൾ വിളിക്കുന്നത് ലെഡ്ജർ ഹൈറാർക്കി ഡിസ്പ്ലേ എന്നാണ് പറയുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കാണുന്ന നമ്മുടെ അക്കൗണ്ട് ഗ്രൂപ്പ്, അതുപോലെ ലെഡ്ജേഴ്സ് എന്നിവയെല്ലാം കാണുന്ന ഈ ഒരു ലെഫ്റ്റ് സൈഡ് ഏരിയ നമ്മൾ വിളിക്കുന്ന പേരാണ് ലെഡ്ജർ ഹൈറാർക്കി ഡിസ്പ്ലേ. നോട്ട് ചെയ്തോളൂ, ഈ സൈഡ് നമ്മൾ പറയുന്ന പേരാണ് ലെഡ്ജർ ഹൈറാർക്കി ഡിസ്പ്ലേ. ഓക്കെ, ഇവിടെ ഈ ഒരു ഏരിയ നമ്മൾ ലെഡ്ജർ ക്രിയേഷൻ സ്ക്രീൻ എന്ന് പറയും, അല്ലെങ്കിൽ ലെഡ്ജർ ഡാറ്റ എൻട്രി സ്ക്രീൻ, അല്ലെങ്കിൽ ക്രിയേഷൻ എൻട്രി സ്ക്രീൻ ആണ് ഈ നമുക്ക് സൈഡിൽ കിട്ടുന്നത്. ഇവിടെ നമുക്ക് ലെഡ്ജർ ഹൈറാർക്കി സ്ക്രീൻ ആണ്. ഇവിടെയാണ് നമ്മൾ ലെഡ്ജേഴ്സിന്റെ ഡാറ്റാസ് ഒക്കെ എൻട്രി ചെയ്തത്. ഓക്കെ, അപ്പൊ രണ്ട് സ്ക്രീനുകളാണ് വരുന്നത്. ഒന്ന് ഹൈറാർക്കി ഏരിയയും ഒന്ന് ക്രിയേഷന്റെ ഏരിയയും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എങ്ങനെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം? ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളുടെ ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങൾക്ക് കുറെ ബട്ടൺ ഓപ്ഷനുകൾ കാണാം അല്ലെ? കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇതില് ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ക്രിയേറ്റ് നിങ്ങൾ വേണമെങ്കിൽ പഠിക്കുന്നതേ ഉള്ളൂ, അതുകൊണ്ട് വേണമെങ്കിൽ സിമ്പിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വരച്ച് വെക്കണമെങ്കിൽ വരച്ച് വെക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയും അല്ലെ, അതില് ക്രിയേറ്റ് എടുക്കാം. നമ്മൾ ആദ്യമായിട്ടൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിനു വേണ്ടി ക്രിയേറ്റ് എന്ന നമ്മുടെ പോപ്പ് വീഡിയോയിൽ നിന്ന് ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ക്രിയേറ്റ് കൊടുത്തു കഴിയുമ്പോൾ അവിടെ ആദ്യം ചോദിക്കുന്നുണ്ട് ക്രിയേറ്റ് GL അക്കൗണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ GL അക്കൗണ്ട് നമ്പർ കൊടുക്കണം. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മൾ SAP ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മളൊരു കോഡ് യൂസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അല്ലെ? അപ്പൊ നമ്മളിവിടെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലെഡ്ജറിന് എന്ത് വേണം? ഓരോ കോഡ് വൈസ് കൊടുത്തു പോകണം. ലെഡ്ജറിന് നമ്മൾ ഓരോ കോഡ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഏത് കോഡ് കൊടുക്കേണ്ടതെന്ന് അറിയുന്നത്? നമ്മള് അക്കൗണ്ട് ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത്
ഓക്കെ, അക്കൗണ്ട് ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്ത സമയത്ത് ലയബിലിറ്റീസ് ഈ റേഞ്ച് ആസ് എൻ എക്സ്പെൻസ് എന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? അല്ലെ, നമ്മള് ക്രിയേറ്റ് ചെയ്ത സമയത്ത്, അതായത് അക്കൗണ്ട് ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്ത സമയത്ത് ഓരോന്നിനും കൃത്യമായ റേഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സെറ്റിന് ഇത്ര മുതൽ ഇത്ര വരെ, ലയബിലിറ്റീസ് ഇത്ര മുതൽ ഇത്ര വരെ എന്ന് പറഞ്ഞ് നമ്മൾ ഇത് ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് വേണം നമ്മൾ ഇവിടെ GL അക്കൗണ്ട് നമ്പർ കൊടുക്കാനായിട്ട്. ഇൻ കേസ് നിങ്ങൾക്ക് അത് ഓർമ്മയില്ല എങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഡിഫൈൻ അക്കൗണ്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്യും. എനിക്കിത് ഓർമ്മയില്ലെന്ന് വിചാരിക്കാം, എന്റെ കോഡ് കൊടുത്തത് കൃത്യമായിട്ട് അറിയില്ല, ഏതാണ് എത്രയാണ് നമ്പർ കൊടുത്തതെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ നേരെ എന്ത് കൊടുക്കും, നമ്മൾ നേരെ ആദ്യം പോയി നോക്കേണ്ടത് നമ്മളുടെ ന്യൂ സ്ക്രീൻ ഓപ്പൺ ചെയ്യാം. ന്യൂ GUI വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ മറ്റേ വർക്കിനെ എഫക്ട് ചെയ്യില്ല, ക്രിയേഷൻ അവിടെ കിടക്കുക ചെയ്യും, നമുക്ക് പുതിയ ഡീറ്റെയിൽസ് കിട്ടുകയും ചെയ്യും. അവിടെ OB-D4 കൊടുക്കാം അല്ലെ. ഡിഫൈൻ അക്കൗണ്ട് ഗ്രൂപ്പിന്റെ ട്രാൻസാക്ഷൻ കോഡ് എന്തായിരുന്നു? OB-D4. നോട്ട് ചെയ്തേ. ഇൻ കേസ് നിങ്ങൾ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവാം GL അക്കൗണ്ട് നമ്പർ എത്രയാണെന്നത്, അത് അറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, OB-D4 എടുക്കാം. OB-D4 എടുത്തിട്ട് അവിടെ പൊസിഷൻ എടുക്കാം. പൊസിഷൻ ചോദിക്കുന്നത് നമ്മുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ആണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ഓർമ്മ വരണം? ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഓർമ്മയുണ്ടാവും. ഇനി ഇൻ കേസ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഓർമ്മയില്ലെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എനിക്കിപ്പോ ചാർട്ട് ഓഫ് അക്കൗണ്ട്സും പ്രത്യേകിച്ച് പെട്ടെന്ന് ഐഡിയ കിട്ടുന്നില്ല, എന്താണെന്ന് ഓർമ്മ വരുന്നില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് അറിയില്ലെങ്കിൽ? അക്കൗണ്ട് ഗ്രൂപ്പ് നമ്മൾ അറിയാൻ വേണ്ടി OB-D4 വന്നു. അതേപോലെ അവിടെ നിന്ന് ചോദിക്കുന്നത് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ആണ്. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഇപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ല എന്ന് വെച്ചാൽ മറന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഒന്ന് നോക്കിയേ. Y6 ആണ് പറഞ്ഞത്. ബോക്സ് ഇടാവുന്നത്. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഏതാണെന്ന് അറിയാം, ട്രാൻസാക്ഷൻ കോഡ് എന്താണെന്ന് അറിയാം. അക്കൗണ്ട് ഗ്രൂപ്പിൽ പോയി നോക്കി കാണാൻ പറ്റും. നമ്മൾ എവിടെ എടുത്ത് നോക്കിയാൽ മതി? നമ്മള് OB-Y6 എടുത്ത് നോക്കിയാൽ മതി. ഏതാണ്? OB-Y6 എടുത്ത് നോക്കിയാൽ മതി. കാരണം നമ്മൾ പറഞ്ഞിരുന്നു OB-Y6 എന്ന് പറഞ്ഞാൽ എന്താണ്? OB-Y6 എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുമായിട്ട് അസൈൻ ചെയ്തിരിക്കുന്ന എല്ലാം ബ്ലോക്കാണ്. ഈ പറയുന്നതാണ് ആ ഫിനാൻഷ്യൽ ഇയറിൽ 60 ദിവസം താമസിക്കുന്നു. അതിനോടൊപ്പം കഴിഞ്ഞ മുന്നത്തെ 4 വർഷമായിട്ട് കൊടുത്ത് ഇത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. രണ്ട് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 14 ഓക്കെ. രണ്ടാമത്തെ കണ്ടീഷൻ OB-Y6 കൊടുത്തു കഴിഞ്ഞാൽ അതിന് തൊട്ട് മുന്നത്തെ 4 ഫിനാൻഷ്യൽ ലോക്ക് ആകുന്നുണ്ട്. ഇതാണ് നമ്മള് എന്തെങ്കിലും എടുക്കാൻ നോക്കി കഴിഞ്ഞാല് ആരെങ്കിലൊക്കെ കയറി ലോക്ക് ആക്കി വെക്കും. ഫുള്ളി ഡിലീറ്റ് ചെയ്താൽ മതി. യൂസറിനെ ഫുള്ളി ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം എന്താന്ന് പറഞ്ഞ മൊത്തത്തിൽ ഞാൻ എടുത്ത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കാം. OB-Y6 പൊസിഷൻ എടുക്കാം.
കമ്പനി കോഡ് കൊടുക്കുക 644 എൻ്റർ അടിക്കാം. ഏറ്റവും ടോപ്പിലേക്ക് നമ്മുടെ കമ്പനി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുമായിട്ട് അസൈൻ ചെയ്തിരിക്കുന്ന എല്ലാ കോഡുകളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്താണ്? 44CH ആണ്. ഓക്കെ, നമ്മുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് 44CH ആണ്. അപ്പൊ നമുക്ക് കിട്ടിയല്ലോ 44CH ആണ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് വരുന്നത്. അത് നമുക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ /OB34ലേക്ക് വരാം. എന്നിട്ട് പൊസിഷൻ കൊടുക്കാം 44CH. ഇനി നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് നോക്കുന്നത്. ഇതാണ് നമ്മളുടെ നമ്പർ. എത്ര അസറ്റിന് നമ്മൾ 1 to 100 കൊടുത്തു, എക്സ്പെൻസ് 200 to 300 കൊടുത്തു, നിങ്ങൾക്ക് 301 to 400 കൊടുത്തു, ലാബിലിറ്റി എന്താണ് ലാബിലിറ്റിയിൽ 401 to 500 ആണ് നമ്മൾ കൊടുത്തത്. മാറിപ്പോയത്, സോറി മാറിപ്പോയല്ലേ. ആദ്യം നമ്മൾ അസറ്റ് 1 to 100 കൊടുത്തു, പിന്നെ ലാബിലിറ്റി ആയിരുന്നു കൊടുത്തത്. ഓർഡർ മാറി കിടന്നതേ ഉള്ളൂ. 101 to 200 കൊടുത്തു, എക്സ്പെൻസ് 201 to 300, ഇൻകത്തിൽ 301 to 400. ഇതാണ് നമ്മൾ റേഞ്ച് കൊടുത്തിരിക്കുന്നത്. ഒരു അക്കൗണ്ട് ഗ്രൂപ്പിലും അതിൻ്റെതായ റേഞ്ച് നമ്മൾ ഇങ്ങനെയാണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത് ഒരു അസറ്റ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, നമുക്കിപ്പോ ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഫോർ എക്സാമ്പിൾ നമുക്ക് ബാങ്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ബാങ്ക് ലെഡ്ജർ ക്രിയേറ്റ്. അപ്പൊ നമ്മൾ ഏത് റേഞ്ച് കൊടുക്കണ്ടേ? നമുക്ക് അസറ്റിന്റെ ഇവിടെ 1 to 100 ആണ്. അപ്പൊ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. 1 മുതൽ 100 വരെ നമ്മൾ അസറ്റ് റേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ എന്ത് ചെയ്യാം, ഇവിടേക്ക് വരിക, ക്രിയേറ്റ് എടുക്കുക, GL അക്കൗണ്ട് നമ്പറിലൂടെ നമ്മൾ അസറ്റ് കൊടുത്ത് 1 to 100 ആണല്ലോ. അപ്പൊ ഞാൻ ഫസ്റ്റ് ആയതുകൊണ്ട് 1 GL അക്കൗണ്ട് അവിടെ 1 എന്ന് കൊടുത്തു. നോട്ട് ചെയ്യണേ, നമ്മൾ അതവിടെ പോയി നോക്കിയിട്ട് വന്നു. നോക്കി ഒരു ബാങ്കിന്റെ ലെഡ്ജർ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അസറ്റ് നമ്മൾ കൊടുത്ത റേഞ്ച് എന്ന് പറയുന്നത് 1 to 100 ആണ്. അതുകൊണ്ട് ഞാൻ GL അക്കൗണ്ട് അവിടെ 1 എന്ന് കൊടുക്കും. എന്നിട്ട് നമ്മുടെ കമ്പനി കോഡ് അവിടെ കൊടുക്കാം. ഓക്കെ, GL അക്കൗണ്ട് കൊടുക്കാം, അതിനുശേഷം നമ്മുടെ കമ്പനി കോഡ് അവിടെ കൊടുക്കാം. 644. ഇങ്ങനെയാണ് നമ്മളൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന. ആദ്യം നമ്മൾ ഇത് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു, നമ്മൾ ഓരോ ലെഡ്ജറിനും നമ്പർ വൈസ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മൾ അക്കൗണ്ട് ഗ്രൂപ്പ് കൊടുത്ത സമയത്ത് ഓരോന്നിന്റെയും റേഞ്ച് കൃത്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ 1 to 100 ആണ് അസറ്റ് കൊടുത്തത്. നമ്മളിവിടെ ബാങ്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്തോ അസറ്റ് ആയതുകൊണ്ട് 1 എന്ന നമ്പർ കൊടുത്തു, അതിനുശേഷം കമ്പനി കോഡ് നമ്മൾ മെൻഷൻ ചെയ്തു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? ക്ലിയർ ആയല്ലോ? ബാക്കി ഇവരുടെ സ്റ്റാറ്റസ് ഒന്ന് പറയാവോ? ക്ലിയർ ആണോ? ജെഫിൻ, ശാലു, വിഷ്ണു ക്ലിയർ ആണോ? സ്ക്രീനിൽ കാണുന്നവരുടെ പേര് വിളിച്ചിട്ടുള്ളൂ. ആഷിൽ, സദ, എല്ലാവരും ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ തംസപ്പ് ഇടുക. ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രീതി ഇവിടെ ഇതാ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കും. അപ്പൊ ക്രിയേറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം GL അക്കൗണ്ട് ആണ് ചോദിക്കുന്നത്. അപ്പം GL അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ലെഡ്ജേഴ്സും ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്പർ ബേസ്ഡ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓരോന്നും നമ്മൾ നമ്പർ കൊടുത്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഫ്യൂച്ചറിലേക്ക് നാളെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. അപ്പൊ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ക്യാഷെന്നോ ബാങ്കെന്നോ പറഞ്ഞ് കൊടുക്കല്ല ചെയ്യുന്നത്. പകരം ബാങ്കിന് ഏത് നമ്പർ കൊടുത്ത് ലെഡ്ജർ കൊടുത്തിട്ടാണോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏത് നമ്പറാണോ കൊടുക്കുന്നത് അതാണ് അവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ GL അക്കൗണ്ട് അവിടെ നമ്പർ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഞാൻ അസറ്റിൽ, അതായത് അക്കൗണ്ട് ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്തപ്പോൾ അസറ്റിന് കൊടുത്ത റേഞ്ച് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇത് OB34ലേക്ക് വന്നത്. അപ്പൊ അവിടെ എന്റെ കമ്പനി ചാർട്ട് ഓഫ് അക്കൗണ്ട്സിന്റെ അവിടെ അസറ്റിന് കൊടുത്തിരിക്കുന്ന എന്താ റേഞ്ച് എന്ന് പറയുന്നത് 1 മുതൽ 100 വരെയാണ്. ലാബിലിറ്റിക്ക് 101 മുതൽ 200 വരെ. അപ്പൊ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണ്? അസറ്റ് ആണ്, അതായത് ബാങ്ക് ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്ത് കൊടുക്കണം? 1 മുതൽ 100 വരെ റേഞ്ചിലുള്ള ഏത് അക്കൗണ്ട് വേണമെങ്കിലും എനിക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. 1 മുതൽ 100 വരെ ഏത് അക്കൗണ്ട് വേണമെങ്കിലും എനിക്ക് കൊടുക്കാം. GL അക്കൗണ്ട് നമ്പർ ആണ്. അപ്പൊ ഞാനവിടെ എന്ത് കൊടുത്തു? 1 എന്ന് കൊടുത്തു. ഫസ്റ്റ് ലെഡ്ജർ ആണല്ലോ ക്രിയേറ്റ് ചെയ്യുന്നത്. അസറ്റിൽ ഇതുവരെ ഞാൻ ലെഡ്ജേഴ്സ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല.
അതുകൊണ്ട് ഞാൻ 1 എന്ന് കൊടുക്കും. അതിനുശേഷം എന്റെ കമ്പനി കോഡ് കൊടുക്കുക. ഓക്കെ, 1 കൊടുത്തു, അതിനുശേഷം എന്ത് ചെയ്യാം, എന്റെ കമ്പനി കോഡ് കൊടുക്കുക. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ ചേച്ചി? ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമ്മള് ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കാണാം GL അക്കൗണ്ട് 1 കമ്പനി കോഡ് RE44 നമ്മുടെ കമ്പനിയുടെ പേര് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോ ഫീൽഡുകളായിട്ട് നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. ഫസ്റ്റ് വൺ ടൈപ്പ് ഓഫ് ഡിസ്ക്രിപ്ഷൻ. ഇവിടെ ചാർട്ട് ഓഫ് അക്കൗണ്ടിലുണ്ട് അക്കൗണ്ട് ഗ്രൂപ്പ് എന്താണെന്ന് സെലക്ട് ചെയ്തു. നമ്മളിപ്പോ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ബാങ്ക് ആണ്. ഫോർ എക്സാമ്പിൾ SBI ബാങ്ക് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, അക്കൗണ്ട് ഗ്രൂപ്പിന്റെ അവിടെ ഏതാ ഒരു അസറ്റ് എന്ന് പറഞ്ഞ അക്കൗണ്ട് ഗ്രൂപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അക്കൗണ്ട് ഗ്രൂപ്പിന്റെ അവിടെ അസറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു. അക്കൗണ്ട് ഗ്രൂപ്പിന്റെ അവിടെ അസറ്റ് ആണ്, ബാങ്ക് എന്ന് പറയുന്ന ഒരു അസറ്റ് ആണ്. അതുകൊണ്ട് അക്കൗണ്ട് ഗ്രൂപ്പിന്റെ ഇനി അക്കൗണ്ട് ഗ്രൂപ്പ് എവിടെ വരും? P&L അക്കൗണ്ട് ആണോ ബാലൻസ് ഷീറ്റിലാണോ വരിക? അസറ്റ് എവിടെ വരിക? അസറ്റ് ആയതുകൊണ്ട് അത് ബാലൻസ് ഷീറ്റിലായിരിക്കും വരിക. അപ്പൊ എന്ത് ചെയ്യാം, ബാലൻസ് ഷീറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അക്കൗണ്ട് ഗ്രൂപ്പ് അസറ്റ് എന്ന് കൊടുത്തു. ബാലൻസ് ഷീറ്റിലാണ് അസറ്റ് വരുന്നത്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ബാലൻസ് ഷീറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു. അക്കൗണ്ട് ഗ്രൂപ്പ് അതേപോലെ ബാലൻസ് ഷീറ്റ്. ഇനി ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. ഇവിടെയാണ് നമ്മൾ ടെക്സ്റ്റ് കൊടുക്കുന്നത്. എന്ത് കൊടുക്കാം, ബാങ്ക് എന്ന് കൊടുക്കും. ഓക്കെ, വേണമെങ്കിൽ ബാങ്കിന്റെ നെയിം ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ബാങ്ക് എന്ന് കൊടുത്താലും മതി. ഷോർട്ടസ്റ്റും ബാങ്ക് എന്ന് കൊടുക്കാം. അതുപോലെ GL അക്കൗണ്ട് ലോങ്ടെസ്റ്റിന് അവിടെയും ബാങ്ക് എന്ന് കൊടുക്കും. ഷോർട്ടസ്റ്റിന്റെ അവിടെയും ബാങ്ക് എന്ന് കൊടുത്തു. അതേപോലെ GL ലോങ്ടെസ്റ്റിന് അവിടെയും ബാങ്ക് എന്ന് ദർശിച്ചു. ഓക്കെ, GL അക്കൗണ്ട് കമ്പനി കോഡ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഷോർട്ടസ്റ്റ് അക്കൗണ്ട് ഗ്രൂപ്പിന്റെ അവിടെ ബാങ്ക് ആയതുകൊണ്ട് അസറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. ദെൻ അക്കൗണ്ട് ഗ്രൂപ്പ് അക്കൗണ്ട് ഗ്രൂപ്പ് അനുസരിച്ച് P&L അക്കൗണ്ട് ആണോ ബാലൻസ് ഷീറ്റ് ആണോ നോക്കി കൊടുക്കുക. അവിടെ അത് ബാലൻസ് ഷീറ്റ് ആയതുകൊണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഡിസ്ക്രിപ്ഷൻ അവിടെ ബാങ്ക് കൊടുത്തു. GL അക്കൗണ്ട് ബാങ്ക് കൊടുത്തു. ക്ലിയർ ആണോ? അതൊക്കെ അല്ലേ? ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ, ഇനി അടുത്തതിലേക്ക് വരാം. ഇത്രയേ ഉള്ളൂ ഈ ഒരു ടൈപ്പ് ഓഫ് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കാനായിട്ട്. ഇനി നെക്സ്റ്റ് വൺ കൺട്രോൾ ഡാറ്റയിലേക്ക് വരാം. അടുത്ത അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. കൺട്രോൾ ഡാറ്റ, അതിന് ഇവിടെ ബാലൻസസ് ഇൻ ലോക്കൽ കറൻസി ഉള്ളത് എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കാം. ബാലൻസസ് ഇൻ ലോക്കൽ കറൻസി ഓൺലി എന്നുള്ളത് ടിക്ക് ഓൺ ചെയ്യാം. ഇത് നമ്മൾ എപ്പോഴും ടിക്ക് ഓൺ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഇത് ടിക്ക് ഓൺ ചെയ്യുന്നത് മെയിൻ ആയിട്ട് നമ്മുടെ ബാലൻസ് ഷീറ്റിലേക്ക് പോകേണ്ട എന്താണ് ക്രിയേറ്റീവ് മാത്രം നമ്മൾ ടിക്ക് ഓൺ ചെയ്താൽ മതി. ബാലൻസ് ഷീറ്റിലേക്ക് പോകുന്ന ലെഡ്ജേഴ്സ് ക്രിയേറ്റീവ് മാത്രം മെസ്സേജ് വരും. ടിക്ക് ഓൺ ചെയ്യണമെന്ന് എപ്പോഴും നിർബന്ധമില്ല. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് വരുന്നവർ ടിക്ക് ഓൺ ചെയ്യണമെന്നേ ഇല്ല. ബാലൻസ് ഷീറ്റിലേക്ക് വരുന്നവർ ടിക്ക് ഓൺ ചെയ്യുകയും ചെയ്യാം. ചെയ്തില്ലെങ്കിലും ജസ്റ്റ് ഒരു വാർണിംഗ് മെസ്സേജ് വരും. അത് എൻട്രി അടിച്ചിട്ട് വിളിക്കാൻ മതി. ഓക്കെ, ഇനി അതേപോലെ താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ലൈൻ ഐറ്റം ഡിസ്പ്ലേ. ഇവിടെ തന്നെ കൺട്രോൾ ഡാറ്റയില് താഴേക്ക് വരുമ്പോൾ ലൈൻ ഐറ്റം ഡിസ്പ്ലേ എന്ന് പറഞ്ഞാണ് അത് ടിക്ക് ഓൺ ചെയ്യും. ലൈൻ ഐറ്റം ഡിസ്പ്ലേ എന്നുള്ളതും ടിക്ക് ഓൺ ചെയ്യും. ഓക്കെ, ഇത് നമ്മൾ എന്താണ് ടിക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ലെഡ്ജർ വൈസ് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ലെഡ്ജർ വൈസ് നമുക്ക് റിപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത് ടിക്ക് ഓൺ ചെയ്യുന്നത്. ലെഡ്ജർ വൈസ് നമുക്ക് റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ലൈൻ ഐറ്റം ഡിസ്പ്ലേ ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുന്നത്. ലെഡ്ജർ വൈസ് റിപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ ടിക്ക് ഓൺ ചെയ്യുന്നത്. ഇനി ഇവിടെ സോർട്ട് കീ കൊടുക്കാം. സോർട്ട് കീ എന്താ കൊടുക്കുന്നത്? 001 എന്ന് കൊടുക്കാം. 001 സോർട്ട് കീ ഉണ്ട്. 001 എന്ന് സൂചിപ്പിക്കുന്നത് പോസ്റ്റിംഗ് ഡേറ്റ് ആണ് കേട്ടോ. അത് പോസ്റ്റിംഗ് ഡേറ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 001 എന്ന് പറഞ്ഞാൽ പോസ്റ്റിംഗ് ഡേറ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അവിടെ ഞാൻ 001 എന്ന് പറഞ്ഞപ്പോൾ ഡിസ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട് പോസ്റ്റിംഗ് ഡേറ്റ്. അതായത് നമ്മള് ലെഡ്ജർ വൈസ് ഡാറ്റ അല്ലെങ്കിൽ ലെഡ്ജർ വൈസ് റിപ്പോർട്ട് എടുക്കുന്ന സമയത്ത്
ഡാറ്റ ഏത് ഓർഡറിലാണ് വരുന്നത് എന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ പോസ്റ്റിംഗ് സോർട്ടിംഗ്. ലെഡ്ജർ വൈസ് റിപ്പോർട്ട് നമ്മൾ എടുക്കുമ്പോൾ ഡാറ്റ ഏത് ഓർഡറിലാണ് നമുക്ക് വരേണ്ടത് എന്നുള്ളതിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ പറയുന്ന പോസ്റ്റിംഗ് 001. ഇത്രയാണ് നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ടുള്ളത്. ഇതൊരു ബാലൻസ് ഷീറ്റിൽ വരുന്ന ലെഡ്ജർ ആയതുകൊണ്ട് ഞാൻ ബാലൻസസ് ലോക്കൽ സെലക്ട് ചെയ്ത് കൊടുത്തു. അതേപോലെ ലൈൻ ഐറ്റം ഡിസ്പ്ലേ ക്ലിക്ക് ചെയ്തു. സോഫ്റ്റ് 001. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? കൺട്രോൾ ഡാറ്റ ഓക്കെ അല്ലേ എല്ലാവർക്കും? കൺട്രോൾ ഡാറ്റ ഇത്രേ ഉള്ളൂ. ഓക്കെ ആണോ? ബാക്കിയുള്ളവരും വിഷ്ണു ക്ലിയർ ആണോ? ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലെ എല്ലാവർക്കും? ഇനി ക്രിയേറ്റ് ബാങ്ക് ഇൻട്രസ്റ്റ് ഇതിലേക്ക് വരിക. ഇത് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ടുള്ള ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് ആണ്. അത് G001 എന്നുള്ളത് ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ്. ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ പറയുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ സബ് പ്രസിഡന്റ്, റിക്വയർഡ്, മാൻഡേറ്ററി എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ? അതായത് നമ്മൾ ഇപ്പൊ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് വേണ്ടാത്തത് എന്നൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാണ് ഫീൽഡ് സ്റ്റാറ്റസ് ചെയ്തത്. അപ്പൊ അതവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? അത് ചെയ്ത് കൊടുക്കുകയാണ്. അതിവിടെ ഈ ലെഡ്ജറിന്റെ ബേസിൽ നമ്മൾ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വരേണ്ടത്, എന്തൊക്കെ വരണ്ട എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഫീൽഡ് സ്റ്റാറ്റസ് വേരിയബിൾ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലെഡ്ജർ ക്രിയേഷൻ കഴിഞ്ഞു. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ടൈപ്പ് ഡിസ്ക്രിപ്ഷന്റെ അവിടെ വന്നു. അതിന് അക്കൗണ്ട് ഗ്രൂപ്പ്, പിന്നെ ബാലൻസ് ഷീറ്റ് ആണ് പി എൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിലേക്കാണ് പോകേണ്ടതെന്ന് നോക്കി ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തെടുത്തു. ഷോർട്ട് ടെസ്റ്റും GL അക്കൗണ്ട് ലോങ് ടെസ്റ്റും കൊടുത്തു. ദെൻ കൺട്രോൾ ഡാറ്റയിലേക്ക് വന്ന ശേഷം നമ്മളിവിടെ എന്താണ് ബാലൻസസ് ഇൻ ലോക്കൽ കറൻസി ടിക്ക് ഓൺ ചെയ്തു. ലൈൻ ഐറ്റം ഡിസ്പ്ലേ ടിക്ക് ഓൺ ചെയ്തു. സോർട്ട് കീ ടൈപ്പ് ചെയ്ത് കൊടുത്തു 001 എന്ന് കൊടുത്തു. ഇനി അത് കഴിഞ്ഞിട്ട് ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പിലേക്ക് വന്ന് G001 കൊടുത്തു. ഇത്രയാണ് നമുക്ക് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഇനി എന്ത് ചെയ്യാം? നമുക്ക് സേവ് ചെയ്യാം. ഇവിടെ സേവ് ചെയ്യുന്ന ഓപ്ഷൻ സേവ് ചെയ്യാം. ഡാറ്റ ഇവിടെ സേവ് കാണിക്കും. അത് അവിടെ സേവ് ആയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കാണാം നമ്മുടെ ഇതാ അസറ്റ് എന്ന് പറയുന്ന നമ്മുടെ അക്കൗണ്ട് ഗ്രൂപ്പ്, അതിന് താഴെ നമ്മുടെ ലെഡ്ജർ ഇതവിടെ ബാങ്ക്. ഇങ്ങനെയാണ് നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് ലെഡ്ജസ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന കമ്പനി കോഡ് എന്ന് പറയുന്നത് 33RL. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു കമ്പനി കോഡായിരുന്നു നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ കമ്പനി കോഡ് വിളിച്ചിട്ടായിരുന്നു. ഇത് രണ്ടാണ് അല്ലെ? ഈ ഹൈറാർക്കിയിലുള്ള കമ്പനി കോഡും ഇവിടെയുള്ള കമ്പനി കോഡും രണ്ടാണ്. എങ്ങനെയാണ് നമുക്ക് ഹൈറാർക്കിയിലുള്ള കമ്പനി കോഡ് ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാം. നമുക്ക് എങ്ങനെ ഹൈറാർക്കിയിലുള്ള കമ്പനി കോഡ് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം? ഇപ്പൊ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ കമ്പനിയിലാണ്. അപ്പൊ എനിക്ക് അത് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഹൈറാർക്കിയിലുള്ള കമ്പനി കോഡ് ചേഞ്ച് ചെയ്ത് how we can change company code in hierarchy. Company code hierarchy level നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്തു? ഹൈറാർക്കി കോഡ് ചേഞ്ച് എങ്ങനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്തത്? നമ്മുടെ കമ്പനി കോഡ്
ഇപ്പൊ ഇവിടെ കിടക്കുന്നത് 33 ആണ്. അതിനുശേഷം നമ്മുടെ കമ്പനി കോഡ് 644 ആണ്. അത് വെട്ടി കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി കോഡ് ഇപ്പൊ നമ്മള് ക്രിയേറ്റ് ചെയ്യുന്ന അവിടെ കാണാം. ഇങ്ങനെ നമുക്ക് ഇവിടെ കിട്ടണമെങ്കിൽ നമ്മുടെ കമ്പനി കോഡ് ഇവിടെ കാണണമെങ്കിൽ ഹൈറാർക്കി കാണണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ലെഡ്ജർ എങ്കിലും നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതിന് ഒരു ലെഡ്ജറെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു ഹൈറാർക്കിയില് അതുകൊണ്ട് അക്കൗണ്ട് കോഡ് മാത്രം ഇടുന്നത്. നമ്മൾ ഏതൊക്കെ അക്കൗണ്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു അതനുസരിച്ച് ആഡ് ഓൺ ആയിട്ട് വരും. നമ്മൾ ലാബിലിറ്റി ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ലാബിലിറ്റി കാണുന്നു. ഇൻകം എക്സ്പെൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്താൽ അത് ഇങ്ങനെ 1 by 1 ആയിട്ട് ഇവിടെ കാണുന്നു. അപ്പൊ നമ്മൾ ലെഡ്ജേഴ്സ് ഏതൊക്കെയാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും നമ്മുടെ ഇവിടെ അക്കൗണ്ട് ഗ്രൂപ്പുകൾ ആഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ട് ഗ്രൂപ്പുകൾ ആഡ് ആയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്ത് നോക്കിയത് ഒരു അസറ്റിന്റെ ലെഡ്ജർ ക്രിയേഷൻ ആണ്. ഇനി നമുക്കൊരു എക്സ്പെൻസിന്റെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, നമുക്ക് ഇനി ഒരു എക്സ്പെൻസിന്റെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യാം, നേരെ ക്രിയേറ്റ് എടുക്കുക. നമ്മൾ ഓൾറെഡി നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞാണ് എക്സ്പെൻസ് 201 മുതൽ 300 വരെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 201 ഒരു എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി 201 എന്തായിരുന്നു. ഇനി എൻ്റർ അടിക്കാം. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ GL അക്കൗണ്ട് മാറി വന്നു 201. ഓക്കെ, കമ്പനി കോഡ് 644. ഇനി ഇവിടെ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ഇവിടെ വന്നിട്ട് അക്കൗണ്ട് ഗ്രൂപ്പ് ഏതാണ്, എക്സ്പെൻസ് എന്നുള്ളത്. അക്കൗണ്ട് ഗ്രൂപ്പിന് അവിടെ എക്സ്പെൻസ് കൊടുത്തു. PN അക്കൗണ്ടിലേക്കാണ് പോകുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അസറ്റ് ലാബിലിറ്റി മാത്രമേ ഉള്ളൂ. ബാലൻസ് ഷീറ്റിലേക്ക് പോകാനായിട്ട് എക്സ്പെൻസും ഇൻകവും എങ്ങോട്ടാ പോകുന്നത്, PN അക്കൗണ്ടിലേക്ക്. അപ്പൊ PN അക്കൗണ്ട് സെലക്ട് ചെയ്തു. ഷോർട്ട് ടെസ്റ്റിനുണ്ട് നമുക്ക് സാലറി എക്സ്പെൻസ് ആണ്. സാലറി എന്ന് പറഞ്ഞ എക്സ്പെൻസ് ആണ്, അത് ടൈപ്പ് ചെയ്തെടുക്കാം. അതേപോലെ ഇവിടെ സാലറി എന്ന് കൊടുത്തു. ലോങ് ടെസ്റ്റിന് എവിടെയും ഷോർട്ട് ടെസ്റ്റിന് എവിടെയും ഞാൻ സാലറി എന്ന് ടൈപ്പ് ചെയ്തെടുത്തു. അക്കൗണ്ട് ഗ്രൂപ്പ് എക്സ്പെൻസ് കൊടുത്തു. PN അക്കൗണ്ട് സ്റ്റേറ്റ് അക്കൗണ്ട് കൊടുക്കുക. ഷോർട്ട് ടെസ്റ്റും ലോങ് ടെസ്റ്റും എക്സ്പെൻസിന്റെ പേര് എന്താണ് അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി കൺട്രോൾ ഡാറ്റയിലേക്ക് വരാം. ഞാൻ പറഞ്ഞു നമുക്കിവിടെ എന്ത് വേണ്ട, ലോക്കൽ കറൻസി ഒന്നും ഡിക്കൗണ്ട് ചെയ്യേണ്ട. എന്ത് ചെയ്താൽ മതി, ലൈൻ ഐറ്റം ഡിസ്പ്ലേ ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ 001 പോസ്റ്റിംഗ് കൊടുത്തു. ലൈൻ ഐറ്റം ഡിസ്പ്ലേ ടിക്ക് ഓൺ ചെയ്തു. അതേപോലെ സോൾട്ട് കീ 001 കൊടുത്തു. ഓക്കെ, 001. ഇനി ക്രിയേറ്റ് ബാങ്ക് ഓർ ഇൻട്രസ്റ്റിന് അവിടെ വന്നിട്ട് ഫീൽഡ് സ്റ്റാറ്റസ് അവിടെ G001 കൊടുത്തു. ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റ് G001. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എക്സ്പെൻസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തത്. ടൈപ്പ് ഓർ ഡിസ്ക്രിപ്ഷന്റെ ഇവിടെ വന്ന് എക്സ്പെൻസ് എന്നുള്ള അക്കൗണ്ട് ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കൊടുത്തു. PN അക്കൗണ്ട് ആണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. ഷോർട്ട് ടെക്സ്റ്റിനോട് സാലറി, GL അക്കൗണ്ട് ലോങ് ടെസ്റ്റിനോട് സാലറി കൊടുത്തു. കൺട്രോൾ ഡാറ്റയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ ലൈൻ ഐറ്റം ഡിസ്പ്ലേ ടിക്ക് ചെയ്ത് കൊടുക്കാം. സോൾട്ട് കീ 001 കൊടുക്കാം. ക്രിയേറ്റ് ഓർ ബാങ്ക് ഇൻട്രസ്റ്റ് എന്നുള്ളത് എന്താണ് ഫീൽഡ് സ്റ്റാറ്റസ് വേരിയബിളുടെ G001. ഇനി എന്ത് ചെയ്യാം, ഇത് സേവ് ചെയ്യാം. അപ്പൊ ഇതാ നമ്മുടെ 2 അക്കൗണ്ട് ഗ്രൂപ്പുകൾ അവിടെ വന്നു അല്ലെ. അസറ്റും വന്നു, എക്സ്പെൻസ് വന്നു. ഇങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ക്ലിയർ ആണോ ലെഡ്ജർ ക്രിയേഷൻ? അപ്പൊ ബാലൻസ് ഷീറ്റ് ഐറ്റംസ് ആണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, കൺട്രോൾ ഡാറ്റയിലേക്ക് വന്ന് ഈ ഒരു എന്താണ് ലോക്കൽ കറൻസി അത് അക്കൗണ്ട് ചെയ്താൽ മതി. ബാലൻസ് ഇൻ ലോക്കൽ കറൻസി അക്കൗണ്ട് ചെയ്താൽ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? തംസപ്പെടാവോ? ഉറക്കത്തിലാണോ എല്ലാവരും? ക്ലിയർ ആണെങ്കിൽ എല്ലാവരും തംസപ്പെട്ടെ. നിങ്ങൾക്ക് ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഇന്ന് ചെയ്യാനായിട്ടുള്ള വർക്കാണ്, ട്രാൻസാക്ഷൻ ചെയ്യേണ്ടതാണ്. ക്ലിയർ ആണോ? ഉത്രജ, നോയ, ഓക്കെ, ജംഷാദ് ക്ലിയർ ആണോ? ക്ലിയർ ആണോ ജംഷാദെ? ക്ലാസ്സിലല്ലേ?
ക്ലിയർ ആണെങ്കിൽ താമസപ്പെടാവോ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയി മനസ്സിലായിരിക്കുന്നു. ഇനി നെക്സ്റ്റ് പറയാനായിട്ടുള്ളത് നമ്മളിവിടെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ക്രിയേറ്റ് ബാങ്ക് ഓഫ് ഇൻട്രസ്റ്റ്. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഫിൽ ചെയ്യുന്നത്. ഇതില് ടൈപ്പ് ഡിസ്ക്രിപ്ഷൻ, ടൈപ്പ് ഓഫ് ഡിസ്ക്രിപ്ഷന്റെ മറ്റൊരു പേരാണ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്. ടൈപ്പ് ഓഫ് ഡിസ്ക്രിപ്ഷൻ എന്ന ടാബില് അനദർ നെയിമാണ് ചാർട്ട് ഓഫ് അക്കൗണ്ട് സെഗ്മെന്റ് എന്നത്. ടൈപ്പ് ഓഫ് ഡിസ്ക്രിപ്ഷൻ എന്ന ടാബിന്റെ അനദർ നെയിമാണ് ചാർട്ട് ഓഫ് അക്കൗണ്ട് സെഗ്മെന്റ്. മോഹനെ വോയിസ് ക്ലിയർ ആവുക? വോയിസ് ക്ലിയർ ആവില്ല, കേട്ടില്ല? എന്തായിരുന്നു വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണല്ലോ വോയിസ്? ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ ആണോ? യെസ്. ഇതെല്ലാം ക്ലോസ് ആയി. ഇത്തരത്തിലുള്ള ഇന്ത്യൻ കമ്പനി ഓൾവേസ് ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് ആയ ഒരു എടുത്താണ് പ്രസിഡന്റ് ആണ്. ഇന്ത്യൻ കമ്പനി എന്താണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. അത് അവരുടെ ബിസിനസ് കൺട്രോൾ ചെയ്യുന്നതല്ല ഔട്ട്സൈഡ് ഇന്ത്യൻ ആണ്. എന്താണ് ഓക്കെ? ഇനി ഫോറിൻ കമ്പനീസ് ഇതില് നമ്മള് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തപ്പോ ആദ്യം എൻ്റർ ചെയ്ത് കൊടുത്തത് ആ ഏരിയ എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് ഡിസ്ക്രിപ്ഷൻ എന്നാണ്. ഈ ഒരു ടാബിൽ നമുക്ക് അനദർ നെയിം ഉണ്ട്, അതിനാണ് ചാർട്ട് ഓഫ് അക്കൗണ്ട് സെഗ്മെന്റ് എന്നാണ് പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കണേ, ചാർട്ട് ഓഫ് അക്കൗണ്ട് സെഗ്മെന്റ്. Chart of accounts segment. Type of description എന്ന് പറഞ്ഞ ആ ടാബിന്റെ അനദർ നെയിം ആണ് ചാർട്ട് ഓഫ് അക്കൗണ്ട് സെഗ്മെന്റ്. ഇനി അടുത്തത് കൺട്രോൾ ഡാറ്റ, അതുപോലെ തന്നെ കൺട്രോൾ ഡാറ്റ, അതുപോലെ ക്രിയേറ്റ് ബാങ്ക്. ഈ രണ്ട് ടാബുകളുണ്ടല്ലോ, ഇതിനെ രണ്ടിലൂടെ ഒരുമിച്ച് ഒരു പേരായിട്ടാണ് വിളിക്കുക, കമ്പനി കോഡ് സെഗ്മെന്റ് എന്നാണ്. കൺട്രോൾ ഡാറ്റ, ക്രിയേറ്റ് ബാങ്ക് ഓർ ഇൻട്രസ്റ്റ്, ഈ രണ്ട് ടാബുകളെയും കൂടെ ഒരുമിച്ച് ഒരു നെയിമായിട്ടാണ് വിളിക്കുക, കമ്പനി കോഡ് സെഗ്മെന്റ്. ആദ്യത്തെ നമ്മൾ പറയുന്നത് എന്താണ്? ചാർട്ട് ഓഫ് അക്കൗണ്ട് സെഗ്മെന്റ് എന്നാണ്. രണ്ടാമത്തെ കൺട്രോൾ ഡാറ്റയും ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഇൻട്രസ്റ്റ്, ആ രണ്ട് ഏരിയയും കൂടെ ഒന്നിച്ച് ഒരു ടാബ് ഒറ്റ ഇതായിട്ടാണ് പറയാം, കമ്പനി കോഡ് സെഗ്മെന്റ്. കമ്പനി കോഡ് സെഗ്മെന്റ്.
ഓക്കെ, അപ്പൊ നോർമലി നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഒരു ജനറൽ ലെഡ്ജർ ക്രിയേഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ആകുന്നത്? ജനറൽ ലെഡ്ജർ അക്കൗണ്ട് ലെഡ്ജർ ക്രിയേഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇങ്ങനെ പറയാം, നമുക്ക് ചാർട്ട് ഓഫ് അക്കൗണ്ട് സെഗ്മെന്റും അതുപോലെ കമ്പനി കോഡ് സെഗ്മെന്റും കംപ്ലീറ്റ് ആകുമ്പോഴാണ് നമ്മളിവിടെ ജനറൽ ലെഡ്ജർ ക്രിയേഷൻ കംപ്ലീറ്റ് ആകുന്നത്. ഓക്കെ, നമ്മളിപ്പോ പഠിക്കുന്ന ജനറൽ ലെഡ്ജറിന്റെ ആണ്, ഓരോന്നും ചേഞ്ചസ് ഉണ്ട്. ജനറൽ ലെഡ്ജറിൽ ക്രിയേറ്റ് ചെയ്യാൻ നേരത്തെ ഈ രണ്ട് ഫീൽഡുകളും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവും. ഏതൊക്കെ? നമ്മുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് സെഗ്മെന്റും അതേപോലെ തന്നെ കമ്പനി കോഡ് സെഗ്മെന്റും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലെഡ്ജർ ക്രിയേഷൻ കംപ്ലീറ്റ് ആവും. പിന്നെ ചിലപ്പോൾ ചോദിക്കാറുണ്ട് നമ്മൾ ഏത് എവിടെയാണ് നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തത്? ടെക്സ്റ്റ് നമ്മൾ എവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തേ? ഏത് സെഗ്മെന്റിൽ നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തേ? എവിടെയാണ് നമ്മൾ ഏത് സെഗ്മെന്റിലാണ് കൊടുത്തത്? ചാർട്ട് ഓഫ് അക്കൗണ്ട് സെഗ്മെന്റിലാണോ കമ്പനി കോഡ് സെഗ്മെന്റിലോ? ഏതിലായിരുന്നു? ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് സെഗ്മെന്റിലാണ് നമ്മൾ എൻട്രി. അതും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. എവിടെയാണ് നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് ചാർട്ട് ഓഫ് അക്കൗണ്ട് സെഗ്മെന്റിലാണ്. ഇതുപോലെ നമുക്ക് എത്ര ലെഡ്ജേഴ്സ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് എത്ര ലെഡ്ജേഴ്സ് വേണമെങ്കിലും ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഒരു ലെഡ്ജർ നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്ന ലെഡ്ജർ നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാം? ഹെഡിങ് കൊടുക്കാം, എഡിറ്റ് ലെഡ്ജർ. ഹെഡിങ് കൊടുക്കാം, എഡിറ്റ് ലെഡ്ജർ. എഡിറ്റ് ലെഡ്ജർ. അതേപോലെ തന്നെ ഓക്കെ, അപ്പൊ നമ്മളിവിടെ സപ്പോസ് നമ്മളുടെ സാലറി ലെഡ്ജർ ആണ് എഡിറ്റ് ചെയ്യേണ്ടത് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ എഡിറ്റ് ചെയ്യേണ്ട ലെഡ്ജർ ഒന്ന് സെലക്ട് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യേണ്ട ലെഡ്ജറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എവിടേക്ക് വന്നിട്ടുണ്ട്, സാലറി എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. എഡിറ്റ് ചെയ്യേണ്ട ലെഡ്ജർ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരു പെൻസിൽ ടൂൾ വേണം. അതിന്റെ ഇത് ചേഞ്ച് ആണ്. ഈ ചേഞ്ചിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ഓൺ ചേഞ്ച്. ആദ്യം ഓപ്പൺ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പെൻസിൽ ടൂൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ഓൺ ചേഞ്ച്. ചേഞ്ചിൽ ക്ലിക്ക് ചെയ്യാം. ചേഞ്ചിൽ വെക്കുക. അപ്പൊ ഇതെന്താണ്, നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റും. നേരത്തെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ലായിരുന്നു. ഇപ്പൊ നമുക്കത് ടൈപ്പ് ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്തൊക്കെ ചേഞ്ചസ് ആണോ വരുത്തേണ്ടത് അത് വരുത്തി സേവ് ചെയ്ത് തരും. എന്തൊക്കെ ചേഞ്ചസ് വരുന്നത് അത് വരുത്തി സേവ് ചെയ്തു. അപ്പൊ മറ്റേ ഇങ്ങനെ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടേക്ക് നമ്മൾ 6 ലെഡ്ജർ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ എന്താണോ ചേഞ്ചസ് വരുത്തേണ്ടത് ആ ചേഞ്ചസ് വരുത്തുന്നതിന് വേണ്ടി ഈ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞ ടൂൾ ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ചേഞ്ചസ് വെക്കാം. ഓക്കെ ആണോ? ഇങ്ങനെയാണ് നമ്മൾ ലെഡ്ജർ എഡിറ്റ് ചെയ്യുന്നത്. ലെഡ്ജർ എഡിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? സേവ് ചെയ്യും. ക്ലിയർ ആണോ ലെഡ്ജർ എഡിറ്റ് ചെയ്യുന്നത്? ഓക്കെ അല്ലേ? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് ആ ഒരു ചേഞ്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെഡ്ജർ എഡിറ്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് കോപ്പി ലെഡ്ജർ നെക്സ്റ്റ് ചെയ്യാനായിട്ടുള്ളത് എങ്ങനെ നമുക്ക് ഒരു ലെഡ്ജർ കോപ്പി ചെയ്യാം എന്ന്. ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു കോപ്പി നമുക്ക് എങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് മറ്റൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യും. ഹെഡിങ് കൊടുക്കാം, കോപ്പി ലെഡ്ജർ. ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ലെഡ്ജർ വെച്ച് അനദർ ലെഡ്ജർ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അതാണ് കോപ്പി ലെഡ്ജർ. ഓക്കെ, നമ്മളിവിടെ സാലറി എന്ന് പറയുന്ന ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു. എനിക്ക് ഇതേപോലെ റെന്റ് എന്ന് പറയുന്ന ഒരു ലെഡ്ജർ കൂടി ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ലെഡ്ജർ റെന്റ് എന്ന് പറയുന്ന ഒരു ലെഡ്ജർ കൂടി ക്രിയേറ്റ് ചെയ്തു. അപ്പൊ അത് എങ്ങനെയാണെന്ന് നോക്കാം. നോട്ട് ചെയ്ത എല്ലാവരും? ഓക്കെ, നമ്മൾ ഈ ഒരു ലെഡ്ജർ സെലക്ട് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാം കോപ്പി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, കോപ്പി. ഈ ഒരു ലെഡ്ജറാണ് നമുക്ക് കോപ്പി ഉണ്ട്. അത് ആദ്യം നമ്മൾ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത ശേഷം ഇതാണ് ഇവിടെ കോപ്പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, കോപ്പി. അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ഓൺ കോപ്പി. ഇവിടെ കോപ്പി GL അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഹെഡിങ് ഒരു ബോക്സ് വന്നിട്ടുണ്ടാവും.
ഒരു പോപ്പപ്പ് മെനു വരും. അതില് റെഫറൻസ് GL അക്കൗണ്ടും റെഫറൻസ് കമ്പനി കോഡ് ഇത് നേരത്തെ ഉണ്ടായിരുന്നില്ല അല്ലെ. നമ്മൾ ആദ്യം കമ്പനി എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പനിയിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ് ഒരു GL അക്കൗണ്ട് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. നമ്മളിത് കോപ്പി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതിനെ റെഫർ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഏത് ലെഡ്ജർ നിന്നാണ് നമ്മൾ കോപ്പി ചെയ്യുന്നത് അതിന്റെ റെഫറൻസ് GL അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അത് ഇനി എന്ത് ചെയ്യാം, നമ്മളിവിടെ GL അക്കൗണ്ട് അവിടെ നമ്പർ പുതിയ ഇതിലുള്ള നമ്പർ അവിടെ കൊടുക്കുക. പുതിയ ലെഡ്ജറിന്റെ നമ്പർ നമ്മൾ GL അക്കൗണ്ട് അവിടെ മെൻഷൻ ചെയ്യാം. നമുക്ക് റെന്റ് എന്ന് പറയുന്നത് നമ്പർ 202 കൊടുക്കാം. ഞാൻ അതവിടെ മെൻഷൻ ചെയ്തു 202. ഓക്കെ, ഓൾറെഡി ഉള്ളതാണ് ആദ്യം റെഫറൻസ് കാണിക്കുന്നത്. നമ്മൾ കോപ്പി ചെയ്ത് ഇങ്ങോട്ട് കോപ്പി ചെയ്യുന്നത് അത് 202 എന്ന് പറയുന്ന ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അവിടെ അത് കൊടുത്തു എൻ്റർ അടിക്കാം. എൻ്റർ അടിക്കുമ്പോൾ ഇതാ GL അക്കൗണ്ട് അവിടെ 202 വന്നു. ഇനി എന്ത് ചെയ്താൽ മതി, ഇത് കോപ്പി ആയിട്ടുണ്ട്. നമ്മള് ടെക്സ്റ്റ് മാത്രം മാറ്റി കൊടുത്താൽ മതി അല്ലെ, ബാക്കിയെല്ലാം സെയിം ആണ്. റെന്റ് എന്ന് കൊടുത്തു, അതുപോലെ ടെക്സ്റ്റിൽ ഇവിടെ റെന്റ് എന്ന് ടൈപ്പ് ചെയ്തു. ബാക്കിയെല്ലാം സെയിം ആണ്. PL അക്കൗണ്ട് ആണ്, എക്സ്പെൻസ് തന്നെയാണ്, വേറെ മാറ്റങ്ങളൊന്നും നമ്മൾ വരുത്താനായിട്ടില്ല. അതുകൊണ്ട് നേരെ എന്ത് ചെയ്യാം, നമുക്ക് സേവ് ചെയ്താൽ മതി. ഇപ്പൊ ഇതാ റെന്റും അവിടെ വന്നു. അപ്പൊ നമ്മൾ ഒരു എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്തു, അതിനെ സപ്പോർട്ട് ചെയ്ത് മറ്റൊരു കോപ്പി ചെയ്ത് മറ്റൊരു ലെഡ്ജറിന്റെ ക്രിയേറ്റ് ചെയ്തു. ജസ്റ്റ് അതിന്റെ ടെക്സ്റ്റ് മാത്രം നമ്മൾ മാറ്റി കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ജനറൽ ലെഡ്ജേഴ്സ് നമ്മുടെ SAP ക്രിയേറ്റ് ചെയ്തു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, യെസ്. അപ്പൊ നമ്മള് ഇപ്പൊ പഠിച്ച എല്ലാ കാര്യങ്ങളെ കുറിച്ച് എങ്ങനെ നമുക്കൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ നോക്കി. ദെൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഫസ്റ്റ് ഓഫ് ഓൾ GL അക്കൗണ്ട് നമ്പർ കൃത്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യണം. ബിക്കോസ് നമ്മൾ നാളെ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു അക്കൗണ്ട് കോഡിന്റെ ബേസിലാണ് നമ്മൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്പർ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഇൻ കേസ് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ OBD4 പോയിട്ട് ചെക്ക് ചെയ്തിട്ട് കൊടുക്കുക. അക്കൗണ്ട് ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്ത സമയത്ത് നോക്കിയിട്ട് കൊടുക്കുക. പിന്നീട് കമ്പനി കോഡ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ പറഞ്ഞു നമ്മുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട് സെഗ്മെന്റും അതേപോലെ തന്നെ കമ്പനി കോഡ് സെഗ്മെന്റുകളിലെ ഡാറ്റാസ് ഒക്കെ ഓരോ നോക്കിയിട്ട് എൻ്റർ ചെയ്ത് ഫിൽ ചെയ്ത ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രിയേഷൻ കഴിയും. ഇനി നിങ്ങൾക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇത് അവിടെ ചേഞ്ചിലേക്ക് വരാവുന്നതാണ്. സെലക്ട് ചെയ്ത ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ഇവിടെ നമുക്കിത് ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ, ഇത് സെലക്റ്റഡ് ആണ്, പക്ഷെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ചേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിവിടെ എഡിറ്റ് ചെയ്യുന്ന ഫോർമാറ്റിലേക്ക് വരും. അങ്ങനെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, അതിന്റെ എഡിറ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അത് സേവ് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഹൈറാർക്കിയിലൂടെ നമ്മളുടെ എന്താണ് കമ്പനി കോഡ് ചേഞ്ച് ചെയ്ത് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ചേഞ്ച് കമ്പനി കോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ചേഞ്ച് കമ്പനി കോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് നമ്മുടെ കമ്പനി കോഡ് അവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹൈറാർക്കിയിലൂടെ നമ്മുടെ കമ്പനി കോഡ് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, കോപ്പി ചെയ്യാനുള്ളതാണ്. കോപ്പി ചെയ്യാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒന്ന് സെലക്ട് ചെയ്ത് ഇപ്പൊ എനിക്ക് അസറ്റ് ആണ്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആയി വരും. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്താണ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, ഇത് ഓപ്പൺ ആയി. ഇത് സെലക്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യാം, കോപ്പി എടുക്കാം. ഇവിടെ നമ്പർ 2 എന്ന് എടുക്കാം. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ നമ്പർ 2 എന്ന് എടുക്കാം, എൻ്റർ അടിക്കാം. അത് കൊടുത്തു. അസറ്റ് ആണ്, ഇവിടെ എന്താ കൊടുക്കാം, ക്യാഷ് എന്ന് വേണമെങ്കിൽ ക്യാഷ് എടുക്കും, ക്യാഷ് ആണെങ്കിൽ ക്യാഷ് എടുത്തു, ഇവിടെയും ക്യാഷ് കൊടുത്തു. ഇങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് പോവാം. ഇനി വേറെ കാര്യങ്ങളൊന്നും മാറ്റി കൊടുക്കാനായിട്ടില്ല. അസറ്റിന്റെ എല്ലാം സെയിം തന്നെയാണ്. ഇനി എന്ത് ചെയ്യാം, സേവ് ചെയ്തിട്ട് നമുക്ക് സേവ് ആവും. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ, എങ്ങനെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, അതേപോലെ തന്നെ കോപ്പി ചെയ്യാം. ഈ 3 കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയുമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നമ്മൾ ഇന്ന് ലെഡ്ജർ ക്രിയേഷൻ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തത്. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. നമുക്കിന്ന് ലെഡ്ജർ മാത്രം ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അതിന്റെ ക്വസ്റ്റ്യൻ ഞാൻ ഷെയർ ചെയ്ത് തരാം. അതിന് മുൻപായിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്.
ഓക്കെ, കഴിഞ്ഞ ദിവസം ഞാൻ കമ്പനി സെറ്റപ്പിന്റെ കാര്യങ്ങൾ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് ക്രിയേറ്റ് ചെയ്തപ്പം നിങ്ങൾ മേ ബി ചില ആരാണ് മോഹൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഓക്കെ, ഇത് നമ്മുടെ ഡിഫൈൻ ഓപ്പൺ ആൻഡ് ക്ലോസ് പോസ്റ്റിംഗ് പീരീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ എന്താ പറഞ്ഞിരുന്നത്? 2 പീരീഡ് 12 കൊടുത്തിട്ട് ഇവിടെ എന്താ കൊടുക്കുന്നത്? 2026 വരുന്നത്. 2026 ആണ് ഇയർ വരുന്നത്. അതേപോലെ 13 കഴിഞ്ഞിട്ട് ഇവിടെയും 2026 ആണ് വരുന്നത്, ഇവിടെയും 2026 ആണ് വരുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണ്. ഫ്രം പീരീഡിന് ഇവിടെ ഇയർ 2025 ആണ്. 2 പീരീഡിന് 12 ഇവിടെ 2026 ആണ്. അതേപോലെ ഇവിടെ 2026 ആണ്, ഇവിടെ 2026 ആണ് വരുന്നത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കും. നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മേ ബി ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ 2026 കൊടുക്കുക, ഇവിടെയും 2026 കൊടുക്കുക, അതേപോലെ ഇവിടെയും 2026 കൊടുക്കുക. ആകെ ഇവിടെ മാത്രം 2025 വരാനായിട്ട്. ഓക്കെ ആണല്ലോ. പിന്നെ നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓൺലൈൻ ഉള്ളവർ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ OB-Y6 എടുത്തിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. OB-Y6ന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളുടെ ഈ കമ്പനി ഡീറ്റെയിൽസിന് ഇത് സബ്മിറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇന്ന് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ജനറൽ ലെഡ്ജർ ക്രിയേഷൻ ആണ്. ജനറൽ ലെഡ്ജറിൽ ഇതാ ഈ പറയുന്ന ലെഡ്ജേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ ഓൾറെഡി അക്കൗണ്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാഷ്, HDFC ബാങ്ക്, റെന്റ് ഡെപ്പോസിറ്റ്, ഓഫീസ് എക്വിപ്മെന്റ്, വെയർ ഹൗസ് റെന്റ്, ഫ്യൂവൽ ചാർജ് തുടങ്ങിയിട്ടുള്ള കുറെ എക്സ്പെൻസുകളും ക്യാപിറ്റലും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാം? ഈ ഒരു ലെഡ്ജേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. ഇതിനകത്ത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണോ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണോ എന്ന് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. അത് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്കറിയാലോ ഏതൊക്കെയാണ് ഡയറക്റ്റ് ഏതൊക്കെ ഇൻഡയറക്റ്റ്. അത് നിങ്ങൾ തന്നെ ഒന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ചെയ്യാനാണ്. അപ്പൊ അത് ഡയറക്റ്റ് ആണെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കാം, അതല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ലെഡ്ജേഴ്സ് ആണ് നിങ്ങൾ ഇന്ന് നമ്മുടെ കേസ് സ്റ്റഡി ചെയ്യാനുള്ളത്. കേസ് സ്റ്റഡി മാത്രം ചെയ്താൽ പോരാ, കേസ് സ്റ്റഡി മാത്രം ക്രിയേറ്റ് ചെയ്താൽ പോരാ, എന്തുകൊണ്ട് ചെയ്യാനായിട്ടുണ്ട്? ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങളുടെ റഫ് കമ്പനി വേണം വർക്ക്ഔട്ട് ചെയ്യാൻ. ഇവിടെ റോംലറിൽ കയറി വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഓൺലൈൻ ഉള്ളവർ മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യാം. സെന്റേഴ്സ് നമുക്ക് മീറ്റിംഗ് ലീവ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സ്റ്റുഡന്റ് ആപ്പിലേക്ക് ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു.